ഹലോ ഗൈസ്, വെക്കേഷനൊക്കെ തീരാറായല്ലോ അല്ലേ? അപ്പം ഞങ്ങളും ഒന്ന് വിചാരിച്ചു ഒരു ഔട്ടിങ് പോയാലോ എന്ന്. ഇത്തവണ കാര്യമായിട്ട് ഒരു ഔട്ടിംഗ് ഒന്നും പോയില്ല. ഞങ്ങൾ ഒരു മെയ് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ കാശ്മീർ പോകണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സമരം എല്ലാം യുദ്ധമൊക്കെ വന്ന കാരണം നമ്മളത് ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സൺഡേ നോക്കി ഒന്ന് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി തന്നെ നമ്മുടെ ഒരു അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി മസാല ദോശ, ഇഡ്ഡലി വട, ഡിപ്പ് സാമ്പാർ ഇഡ്ഡലി അതൊക്കെ കഴിച്ചു കേട്ടോ. ജിജോക്ക് സാമ്പാർ ഇഡ്ഡലി ആയിരുന്നു ഇഷ്ടം. നാട്ടിലൊന്നും അങ്ങനെ കിട്ടൂല എന്ന് തോന്നുന്നു. സാമ്പാറിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വടയും ഇഡ്ഡലി ഇടുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാൽ അവിടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എക്സ്പ്രസ് ഹൈവേ കൂടി, അതായത് മൈസൂർ ബാംഗ്ലൂർ കണക്റ്റഡ് എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ, അതിൽ കൂടി നമ്മൾ കുറച്ച് പോയി കേട്ടോ. സ്ട്രെയിറ്റ് വഴിയാണ് വൈഷ്ണവാട്ടോ ഓടിച്ചത്. കാർമികങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള വിധത്തിൽ. എന്നാലും നമ്മൾ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. അമ്മച്ചിയും ഉണ്ടല്ലോ, അപ്പോൾ അമ്മച്ചിക്കും കുറേ ദിവസമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയില്ലായിരുന്നു. കോൾഡും കഫൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഔട്ടിങ് ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു പിക്നിക് സ്പോട്ടാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലം കേട്ടോ. മൈസൂർ വരെ എത്തണ്ട, അതിന് മുന്നായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ബാൽമുരി ഇടമുറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചെക്ക് ഡാമൊക്കെ ഉള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ മൈസൂരിലുള്ള മെയിൻ ഡാമില്ലേ, ആ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് വേണ്ടിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കൃഷിത്തോട്ടങ്ങളാട്ടോ ഫുള്ള്. അതായത് നെൽപ്പാടങ്ങൾ, മെയിൻലി നെൽപ്പാടമാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക, നെൽക്കതിര് നല്ല വിളഞ്ഞ് നിൽക്കണ ഒരു ഇതാട്ടോ സമയമാണ്. അപ്പം മെഷീൻ കൊണ്ടാണ് അതൊക്കെ നെല്ലൊക്കെ ഇങ്ങനെ കൊയ്തെടുക്കണത്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ധന്യയും ഫാമിലിയും കൂടി ആയിരുന്നു. 2 കാറിലായിട്ടാട്ടോ പോയത്. അപ്പോൾ വിസ്മയ അവരുടെ കാറിലായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കാറിനെ ഷൂട്ട് ചെയ്യുക കേട്ടോ. നല്ല വഴിയൊക്കെ മെയിൻ വഴി കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് റോഡുണ്ട്. കുറച്ച് എന്താ പറയുക, ടാർ അല്ലാത്ത റോഡാണ്. കുറച്ച് ഒരു ചെറിയൊരു ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കണ്ടുപോകാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന മീൻ, ഞണ്ട് അതൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്ത് തരും കേട്ടോ അവർ. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ ആണെങ്കിലും ഇങ്ങനെ മുളകൊക്കെ പുരട്ടി ഇങ്ങനെ റെഡി ടു ആക്കിയിട്ട് വെച്ചേക്കുക കേട്ടോ. നമ്മൾ ചൂസ് ചെയ്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫ്രൈ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഓർത്തു അവിടെ പുറത്ത് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പുറത്തൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ചെക്ക് ഡാം പോലെ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ. ചാറ്റൽ മഴയും കാറ്റും, തണുത്ത കാറ്റും ആയതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒന്നും നടന്നില്ല. കാഴ്ചയൊക്കെ കണ്ടിട്ട് പോരാണ്ടി വന്നു. കാരണം മഴയും തണുപ്പൊക്കെ അല്ലേ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വിസ്മയൊക്കെ ക്ലാസ് ഓർക്കും, വൈഷ്ണവിന് ഇൻറ്റേൺഷിപ്പ് തുടങ്ങും. അങ്ങനെയൊക്കെ. പിന്നെ എനിക്കുമൊക്കെ ചുമയും ജലദോഷമൊക്കെ അങ്ങ് മാറി വന്നേയുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോഴത്തേക്കും വെള്ളത്തിലുള്ള കളി വേണ്ടാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളതിലിങ്ങനെ കെട്ടിയിട്ടേക്കണ അതിൽ കൂടി നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് പോയില്ല, കാരണം കുറച്ച് സ്ലിപ്പറി ആയിരുന്നു മഴയൊക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കുളിക്കണം, വെള്ളത്തിൽ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ വലയിടണുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് കുറച്ച് നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. താഴെ നമ്മുടെ കല്ലുകളൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഫിഷൊക്കെ അവർ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നിന്ന് നീന്തിയൊക്കെ ചെയ്യാം കേട്ടോ. അത്രേ താഴ്ചയൊക്കെ ഉള്ളൂ, വലിയ താഴ്ചയൊന്നുമില്ല. പിന്നെ ഭയങ്കര ഫോഴ്സായിട്ടുള്ള വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ നാട്ടിലെ പോലെ നമുക്ക് പേടിക്കേണ്ട, എപ്പോഴാണ് മലവെള്ളം ഒഴുകി വരിക എന്നുള്ള അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മഴയില്ലെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മഴയില്ലാത്തപ്പോൾ മഴയുടെ സീസൺ അല്ലാത്തപ്പോൾ ഒരിക്കൽ കൂടി വരണം എന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. ഒരാളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കാറിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് തന്നു കേട്ടോ. വലിയ ഫിഷായിരുന്നു കേട്ടോ.
അപ്പോൾ അത് വലിയ എന്നാൽ ഹൈജീനിക്കൊന്നും അല്ല, എന്നാലും നമ്മുടെ അവിടെ തന്നെ കിട്ടുന്ന ഫിഷല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, നല്ല നെൽപ്പാടങ്ങൾ, അതായത് മൂത്ത് നിൽക്കുന്ന നെൽക്കതിരുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കൂടിയ ഒരു കളറ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊയ്യണമൊക്കെ അവിടെ കാണാം. കാറ്റ് കൊണ്ട് ഇങ്ങനെ തെങ്ങും മരങ്ങളും ഒക്കെ ഇങ്ങനെ ആടി വിലയാണ് കേട്ടോ. നമ്മൾ സ്റ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ കാണാം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് ഇലകളൊക്കെ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടാ, ബാൽമുരി. അത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ നദി ഒഴുകുന്നത്. അവിടെയും കുറേ നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിലെ ആ ക്ഷേത്രത്തിലേക്ക് കയറിയില്ല, കാരണം ഫിഷ് കഴിച്ചതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ല കേട്ടോ. പുറത്ത് നിന്നുള്ള വ്യൂ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത്. കുറച്ച് വെയിലൊക്കെ ഉണ്ടായി. വൈഷ്ണവ് ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. വൈഷ്ണവ് അറിഞ്ഞില്ല നമ്മൾ ഫോട്ടോ എടുത്തത്. സമ്മതിക്കില്ല വീഡിയോയും ഫോട്ടോ ഒക്കെ അവൻ്റെ എടുക്കാനായിട്ട്. അനുവാദമൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന്, പിക്നിക് സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ബാംഗ്ലൂർ വന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ബാംഗ്ലൂരുള്ളവരും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ, മസ്റ്റ് വാച്ച് പ്ലേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒത്തിരി കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.